നമ്മുടെ ഈ വഴിയുണ്ടല്ലോ, വഴി മൊത്തം പന്തല. ഒരിടത്ത് നെയ്ക്കുമ്പളങ്ങ പന്തല്, ഒരിടത്ത് പടവലം പന്തല്. ശരിക്കും നമ്മുടെ എല്ലായിടത്തും വഴികള്, പൊതുസ്ഥലങ്ങള്, ഓപ്പൺ ആയിട്ടുള്ള ഏരിയകള്, പാർക്കിംഗ് ഏരിയകളൊക്കെ ഇതുപോലെ പച്ചക്കറി പന്തലിട്ട് എത്ര രസമായിരിക്കും. നമ്മുടെ നെയ്ക്കുമ്പളങ്ങയൊക്കെ കാവിടിച്ച് തുടങ്ങിയിരിക്കുക, കാണുന്നില്ലേ? ഇത് അതിന്റെ പെൺപൂവാണ്, ഫീമെയിൽ ഫ്ലവർ. കണ്ടോ, ഫീമെയിൽ ഫ്ലവറിന്റെ മുകളിൽ ചെറിയ നെയ്ക്കുമ്പളങ്ങയായി വരുന്നത്. ചെറിയ ഹെയർസ് ഒക്കെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് നെയ്ക്കുമ്പളത്തിന്റെ ആൺപൂവ്, മെയിൽ ഫ്ലവർ. കാണുന്നില്ലേ? അതിനകത്ത് കുമ്പളങ്ങ അല്ലെ അതോ ഇല്ല. കണ്ടോ, ഇത് രണ്ടും മെയിൽ ഫ്ലവർ, മറ്റേത് ഫീമെയിൽ ഫ്ലവർ. കണ്ടോ, ഫീമെയിൽ ഫ്ലവറിന് കുമ്പളങ്ങയായി തുടങ്ങിയത്. ചിലതൊക്കെ വലുതായി അതിൻ്റെ ഫ്ലവറൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നിരിക്കുക. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഉണങ്ങി. ബാക്കിയൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ടോ? ഇത് ഇച്ചിരിയും കൂടെ വലുതായി, ഇത് ഇച്ചിരിയും കൂടെ വലുതായി. അങ്ങനെ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ആ ഒരു ഞെട്ടിനകത്ത് നിൽക്കുന്നല്ലേ. അതിൻ്റെ ഇതൊക്കെ കണ്ടോ, സ്പ്രിങ് കൃത്യമായിട്ട് അവന് ടൈറ്റായിട്ട് പിടിച്ച്. ശരിക്കും കൃഷിയിൽ മനുഷ്യൻ മാത്രമല്ല പണിയെടുക്കുന്നത്. ചെറുതേനീച്ചകൾ, വൻതേനീച്ചകൾ, ഈച്ചകൾ, തുമ്പികൾ എല്ലാം ആക്ച്വലി ഇതിനെ പരാഗണം നടത്താൻ സഹായിക്കുന്നത്. എത്ര പെട്ടെന്ന് ഇതുപോലെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും പരാഗണം നടത്തിയിട്ട് നെയ്ക്കുമ്പളങ്ങയും പടവലങ്ങയും എല്ലാം ഉണ്ടാകുന്നത്. ഇനി ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം നെയ്ക്കുമ്പളങ്ങയുടെ ഫുൾ നല്ല ബൾബ് തൂക്കിയിട്ടിരിക്കുന്ന പോലുള്ള പന്തൽ കാണാം. അപ്പോൾ സ്നേഹം, സന്തോഷം, നന്മകൾ.